ഹായ് എവ്രി വൺ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ റെസിപ്പിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചെറുപ്പമായിരുന്ന സമയത്തൊക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മമ്മയൊക്കെ ഉണ്ടാക്കി തരുന്നൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അധികം ആർക്കും അറിയില്ല എന്ന് വെച്ചെങ്കിൽ കുമ്പളങ്ങ ഉണ്ടല്ലോ, നല്ല ഇളം, അതായത് മൂത്തതാണ്, പക്ഷെ നല്ല മൂത്തതല്ല. ഒരു ഈ തോടിന് നമ്മളിങ്ങനെ മുറിക്കുമ്പോൾ കട്ടിയില്ലാത്ത തോടായിരിക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഈ വെള്ളമൊക്കെ നമ്മൾ നല്ല കഴുകി കളഞ്ഞിട്ട് അല്ലെങ്കിൽ തുടച്ച് കളഞ്ഞിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ തോട് ഇങ്ങനെ ചീവിയെടുക്കുക, അതായത് നമ്മൾ ചെത്തിയെടുക്കില്ലേ, അങ്ങനെ ചെത്തിയെടുക്കുക. എന്നിട്ട് ഈ തോട് വെച്ചിട്ടുള്ള മെഴുക്കുവരട്ടിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. കുമ്പളങ്ങ നല്ല ഒരു വെജിറ്റബിൾ ആണല്ലോ. അപ്പോൾ നമ്മൾ കുമ്പളങ്ങ ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ കുമ്പളങ്ങ ജ്യൂസ് കുടിക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്. അപ്പം ഞാനത് തോലൊക്കെ നല്ലപോലെ കഴുകി എടുത്തിട്ട് നമ്മൾ ബീൻസൊക്കെ അവരൊക്കെ അരിയുന്ന ഒരു ഇതിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഉണ്ടാക്കാം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എപ്പോഴും ചെയ്യുന്ന പോലെ ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് കടുകിട്ട് പിന്നെ കുറച്ച് അരി ഇട്ടിട്ടുണ്ട്. ഞാൻ തോരനും മെഴുക്കുവരട്ടിയൊക്കെ ഇടുമ്പം അരി ഇട്ടിട്ട് പൊട്ടിക്കും. അപ്പം നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. പിന്നെ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ചേർക്കാം. ഞാനൊരു 3 പച്ചമുളകും ഒരു മീഡിയം സൈസ് സവോളയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കുക. അതായത് ഈ ഉള്ളിയൊക്കെ പച്ച മാറിയിട്ട് നല്ലപോലെ ഒന്ന് വഴഞ്ഞ് കിട്ടുന്നിടം വരെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാൻ ഈ കുമ്പളങ്ങയുടെ തൊലി നോക്കി നോക്കുക, ഞാൻ ഈ ഒരു സൈസിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരയ്ക്ക ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവരയ്ക്ക അരിഞ്ഞെടുത്തിരിക്കുകയാണെന്നല്ലേ തോന്നുള്ളൂ. അപ്പോൾ അത്ര ഹെൽത്തി ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. അപ്പം തേങ്ങാക്കൊത്ത് വേണ്ടവർക്ക് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഈ തോട് വേകാൻ ഒരിത്തിരി സമയം എടുക്കും. കാരണം സാധാരണ ഉള്ള പോലെ അല്ലല്ലോ, തോട് ചെറിയൊരു കട്ടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടാൻ ഇത്തിരി സമയം എടുക്കും. അപ്പോൾ നിങ്ങളത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കിയിട്ട് പാകമാണോ എന്ന് നോക്കിയതിന് ശേഷം പിന്നെ അടച്ച് വെച്ച് വേവിച്ചെടുത്തിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതിപ്പം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് വെന്തോ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെന്തത് എങ്ങനെയാണ് അറിയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ നല്ല ഇങ്ങനെ പൊട്ടി വരും. അതാണ് ഇതിൻ്റെ അളവ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള കുമ്പളങ്ങ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ആഷ് ഗാർഡിന് പകരം ഇവിടെ ബോട്ടിൽ ഗാർഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതൊരു മിസ്റ്റേക്കാണ്. അതെല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ തോരൻ ഇഷ്ടപ്പെട്ടല്ലോ, ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുമ്പളങ്ങ മെഴുക്കുവരട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയൂ. എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അഭിപ്രായങ്ങളൊക്കെ പറയൂ. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല റെസിപ്പികൾ ഇനിയും എൻ്റെ ചാനലിൽ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ അപ്പോപ്പ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ല, അതെനിക്കൊരു ശീലമാണ്. അതങ്ങനെ പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. അതിങ്ങനെ വന്നു പോകും. ചിലർക്ക് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് അതേപോലെ അങ്ങനെ വരും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ, ഹാപ്പി ആയിട്ടിരിക്കൂ, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കൂ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.